നനച്ചതൊന്ന്, പക്ഷെ കിട്ടിയത് മറ്റൊന്ന്. എന്താന്നല്ലേ പറയാം. ഇന്ന് രാവിലെ തൊട്ട് ഞാൻ നല്ല മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോഴാണ് മൂഡ് ഓഫ് എങ്ങനെ മാറ്റാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും മൂഡ് ഓഫ് ആയി. അങ്ങനെ ഇരിക്കുകയാണ് പണ്ടെപ്പോഴും ഒരു മഹാൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. നമുക്കിഷ്ടമുള്ള ഫുഡ് കഴിച്ചാൽ നമ്മുടെ മൂഡ് ഓഫ് ഒക്കെ കുറച്ച് കുറയത്രേ. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വെച്ച് പിടിച്ചു. എങ്ങോട്ടേക്കാണെന്നല്ലേ, ഇവിടെ അടുത്തുള്ള ഒരു ബേക്കറിയിലേക്ക്. അവിടെ ചെന്നപ്പോൾ ഞാൻ ദേ വീണ്ടും മൂഡ് ഓഫ് ആയി. കഴിച്ചിട്ടുള്ളത് വെച്ച് എനിക്ക് ഏറ്റവും ടേസ്റ്റിയായി തോന്നിയ പൈനാപ്പിൾ ക്രീം ബൺ തപ്പിയാണ് ഞാൻ അവിടെ ചെന്നത്. അത് കിട്ടിയില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ സ്ഥാനത്ത് വേറെ ഒരാൾ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് കറന്റ് ക്രീം ബൺ ആണ് പോലും ഇന്നത്തെ അവിടുത്തെ താരം. ബണ്ണിൽ ഇതൊരു വെറൈറ്റി ഫ്ലേവർ അല്ലേ, എന്നാൽ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ മനസ്സിലെ മനസ്സോടെ 2 വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. ബണ്ണിനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് കൂടെ കമ്പനിയായിട്ടൊരു ചായയും കൂടെ അങ്ങിട്ടു. ഇനിയാണ് നമ്മുടെ പ്രധാന പരിപാടി വരുന്നത്. ബണ്ണങ്ങോട്ട് തുറക്കുക, അതിൽ ക്രീം എടുത്ത് കഴിക്കുക. ബണ്ണിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ അതിൽ ക്രീം ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലെ ക്രീമിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ക്രീം ബൺ വാങ്ങുന്നത്. പൈനാപ്പിൾ ക്രീം ബൺ വാങ്ങുമ്പോഴുണ്ടല്ലോ, അതിന് മുകളിലും അതിനുള്ളിലും ഒക്കെ ഒരുപാട് ക്രീം നമുക്ക് കിട്ടേ. അതുകൂടാതെ അതിനകത്ത് വരുന്ന ഒരു മഞ്ഞ ക്രീമിൻ്റെ ഫില്ലിംഗ് കൊണ്ട് അതിന് ശരിക്കും ഒരു പുളിപ്പും മധുരവും കൂടെ ചേർന്ന ഒരു ടേസ്റ്റാണ്. അതാണ് അതിനെ സ്പെഷ്യലാക്കി മാറ്റുന്നത്. പുറമേ കണ്ടപ്പോൾ നല്ല ക്രീമുള്ളതായിട്ട് തോന്നിയായിരുന്നു, പക്ഷെ ഇവരെന്നെ പറ്റിച്ചു ഗൈസ്. പുറത്ത് മാത്രമേ ഉള്ളായിരുന്നു, അകത്തൊന്നുമില്ല. ഇനി എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ എന്ന് വെച്ച് ഞാനൊരു സ്പൂൺ എടുത്ത് തോണ്ടി നോക്കി, പക്ഷെ എന്നിട്ടും കിട്ടിയില്ല. പക്ഷെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആകെ മൊത്തം ഇന്നൊരു മൂഡ് ഓഫ് ഡേ ആയിരുന്നു. നാളെയെങ്കിലും ഈ മൂഡ് ഓഫ് ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു. ക്രീം ബണ്ണിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.